അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പം ഗോവയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ എവിടം വരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരൂരാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുള്ള തിരൂരില് അല്ലേ. അപ്പം നമുക്ക് തിരൂർ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ കയറി നേരെ നമ്മൾ ഇവിടുന്ന് കാസർഗോഡേക്ക് 234 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കാസർഗോഡ് അല്ലേ. അപ്പം നമ്മൾ കാസർഗോഡ് എത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഗോവയ്ക്ക് പോകും അല്ലേ. അതെ അതെ അതെ. അപ്പം നാളെ രാവിലെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഗോവയിൽ എത്തുമായിരിക്കും. എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് ഗോവയിൽ വരുന്നവർ കാണും, അപ്പോൾ ഈ ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമുള്ളവരും കാണും. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയാലുള്ളൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ പോവുകയാണ്. റോഡ് മൊത്തം ബ്ലോക്കായിരിക്കും. പിന്നെ അവിടെ ബീച്ച് സൈഡിലൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ 25,000-30,000 രൂപയ്ക്കാണ് റെൻറ്റ് കൊടുക്കണം. അപ്പം അത് കാരണം നമ്മൾ ടെൻ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് നമ്മൾ പിന്നെ റൂം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ തന്നെ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് പോയേക്കുന്നത്. അപ്പം എന്തായാലും പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ താല്പര്യമുള്ളവർ നേരത്തെ ഇറങ്ങണം. അന്നത്തെ ദിവസം രാവിലെ വരാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്കൊന്ന് അങ്ങോട്ട് ആ ബീച്ചിലൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അറമ്പോളും കാലങ്കോട്ടം എന്ന് പറഞ്ഞ ബീച്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത്. അപ്പം അറമ്പോൾ ബീച്ച് റഷ്യൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം റഷ്യൻ ബീച്ച് മാറി ഇപ്പം എല്ലാ ആൾക്കാരും അറിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ അടിപൊളിയാണ്. അപ്പം റൂം എടുക്കാമെന്ന ഒരു പ്രതീക്ഷയിൽ വരണ്ട, നല്ല റൂം കിട്ടത്തുമില്ല. അതുപോലെ പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ട്രെയിൻ ആണെങ്കിൽ ഇറങ്ങിയിട്ട് 2 വീലർ വാടകയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് എങ്ങനെയെങ്കിലും വരിക, അല്ലെങ്കിൽ 2 വീലർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. റൂം എടുക്കാതെ തന്നെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ ബ്രദർ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ അതേ ഇത് കണ്ടില്ലേ, നമ്മളിവിടെ തിന്നപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടായതാണ്. ഞങ്ങളിവിടെ നിന്ന് സൈഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത്. അപ്പം ഇത് കണ്ടില്ലേ, ഈ റോഡിൽ എങ്ങനെയാണ് ഇന്ന് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. ഈ റോഡിൽ ഇത് കണ്ട, റോഡിൻ്റെ ഈ ഭാഗമാണ് പുള്ളി വണ്ടി കൊണ്ടിട്ടേക്കുന്നുണ്ട. അപ്പം നമ്മളിവിടെ നിന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് ഇപ്പം അങ്ങ് പോവുകയാണ്. ഈ സൈഡിലോട്ട് മാറിയ വെച്ച്, പക്ഷേ പുള്ളിക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വേണം, ഞങ്ങളുടെ വണ്ടി മാറ്റിയിട്ടേ പുള്ളി ഇവിടെ ഇത് ചെയ്യത്തുള്ളൂ. അവിടെ കുറേ അന്നേരം പോലെ അവിടെ തന്നെ ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്ത് കണ്ടില്ല, ഓഫാക്കി അങ്ങോട്ട് നിൽക്കുക. എന്തൊക്കെ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ളവരെ ഓരോരുത്തരുടെ നാട്ടിൽ ഓരോരുത്തരുടെ സ്റ്റൈലാണ്. എനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും കാര്യമില്ല. പുള്ളി ഞാൻ ഓർക്കുവാണ് പുള്ളി റോഡ് മാറ്റിയിട്ടാ പോരെ. പുള്ളിക്കും അതിന് എന്താണ് പെർമിഷൻ ഉണ്ട്, റോഡിന് ബിസിനസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള എന്തെങ്കിലും ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, അതെങ്ങനെയും ജീവിച്ചോട്ടെ. അതായിക്കോട്ടെ, ഓരോരുത്തർ ഉപജീവന മാർഗമായിരിക്കും. അപ്പം നമ്മളത് ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറയും, അങ്ങനെ ആധികാരികമായിട്ട് ഒരാൾക്ക് മാത്രം റോഡാന്ന് പറഞ്ഞ് പറയാൻ പറ്റുമോ? ഞങ്ങൾ ആദ്യം വന്ന് ജസ്റ്റ് നമ്മളിത് ഒഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങിയാണ് ഈ റോഡ്. വണ്ടി മാറ്റിയിട്ട് ഇവിടെ തന്നെ ഇടണം. ആ വണ്ടി ഇരിക്കുന്ന എവിടാന്ന് നിങ്ങൾ നോക്കിയേ. ആ വണ്ടി ഇത് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഇടണം. അവിടെ വേണമെങ്കിൽ പുള്ളിക്ക് ഇടാം, അങ്ങോട്ട് നീക്കുക, സൈഡിലായാലും ഇടാം. പക്ഷെ ഇത് മാറ്റാതെ പുള്ളി ചെയ്യത്തില്ല. ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാർ. എന്തായാലും നമ്മൾ പറഞ്ഞു നോക്കിയിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പം നമ്മൾ ഇനി പോകുന്ന വഴിക്കുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മളൊരു പാലത്തിൽ കയറി കേട്ടോ. ആ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതുപോലുള്ള പാലത്തിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. എത്ര വർണ്ണിച്ചാലും എത്ര കണ്ടാലും മതിയാകത്തില്ല. അങ്ങനെയൊക്കെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ എറണാകുളം കഴിഞ്ഞ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തിരൂര്, കോഴിക്കോട് ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പാലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പല പല ഭാഗത്തായിട്ട്. പക്ഷെ നമ്മൾ ഈ സമയത്ത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ 2-3 പാലങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പാലങ്ങൾ കണ്ടാൽ മാത്രമല്ല, പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴത്തേക്കുള്ള അതിമനോഹരമായ കാഴ്ചകളും ഉണ്ട് കേട്ടോ. അതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാലങ്ങൾ തീർന്നില്ല, ഇനിയുണ്ട് അടിപൊളി പാലം. എന്തായാലും നമ്മൾ കോഴിക്കോടത്തെ ഏറ്റവും ഫേമസ് ബിരിയാണിയായ റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും പറയുന്നത് അടിപൊളി ബിരിയാണിയാണെന്നാണ്. അവിടെ ഭയങ്കര ഇടിയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ, കോഴിക്കോടൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെയൊക്കെ കയറി കഴിക്കാൻ വേണ്ടി മറക്കണ്ട. ഇനി നമ്മൾ അടുത്തൊരു പാലം കയറാൻ വേണ്ടി പോവാണ് കേട്ടോ.
ഇടവിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. ഫുൾ ടൈം പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കും. അതല്ലേ ഇതിൻ്റെതായ ഒരു ശരി. ഇതാണ് കോഴിക്കോട് പാലം കേട്ടാ. ഇത് രസമാണെന്ന് നോക്കി. പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു പാലമാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഈ ഒരു പാലത്തിന് മുകളിൽ കൂടെ അല്ല നമ്മൾ വന്നത്. വേറൊരു സ്ഥലം അപ്പുറത്ത് വേറൊരു റോഡുണ്ട്, അതിൽ കൂടാണ്. അതിന് മുമ്പ് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോടാണ് പോയത്. എന്തായാലും ഈ ഒരു കാഴ്ചയും ഈ ഒരു അനുഭവം അടിപൊളിയാണ്. അയ്യോ കണ്ട ഈ പാലമൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ, അതുപോലാണ് അവർ പണിത് വെച്ചേക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. നിങ്ങൾ പോയിട്ടുണ്ടോ ഇതിലെ കൂടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ഹോട്ടൽ റഹ്മത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, റഹ്മത്തിൻ്റെ വാതിക്കെത്തി. അത് കുറേ ബ്ലോക്കിലൊക്കെ പെട്ട് ഒരു പരുവായിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടാ. റഹ്മത്ത് ഹോട്ടലിൽ ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ആരാണേലും കാണിച്ചു തരും. വെറുതെ എങ്കിലും നിങ്ങൾ ചുമ്മാ ഒന്ന് ചോദിച്ചേ റഹ്മത്ത് ഹോട്ടൽ എവിടാന്ന്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഇടിയും തിരക്കൊക്കെ കണ്ട. 2 ഹോട്ടലുണ്ട്, പഴയതും ഉണ്ട് പുതിയതും ഉണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറമായിട്ടാണ്. രണ്ടിടത്തും ഭയങ്കര തിരക്കാണ്. എത്ര മണിക്കൂർ വേണേലും ഇത് കണ്ടില്ലേ, കാത്തു കെട്ടി നിന്ന് കഴിക്കാൻ വേണ്ടി ആളുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവിടുത്തെ ഫുഡ് എങ്ങനെയുള്ളതായിരിക്കും. എല്ലാത്തരം വിഭവങ്ങളും കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ പറയുന്നത് ബിരിയാണിയെ പറ്റിയാണ്. ഇപ്പം കൂന്തൽ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കൂടാതെ മട്ടൻ്റെ എല്ലാ ഐറ്റംസ്, ചിക്കൻ്റെതും ബീഫിൻ്റെതും എല്ലാം, സൂപ്പ് ഉൾപ്പെടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൊറോട്ട അത് ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വന്നത് ബിരിയാണി കഴിക്കാന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഇനി ഏത് ബിരിയാണിയാണെന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി. എന്തായാലും ഞങ്ങൾ അവിടെ പോയി നിന്ന് നമ്മൾ ശരിക്കും ഓർത്തല്ലേ അതിൻ്റെ അകത്ത് കയറി പറ്റാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് ഇടിയാണ്. ആകെ ടയർഡായിട്ട് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് അവിടം വരെ ഓടി എത്തിയതാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി നമുക്ക് ഗോവ വരെ എത്തേണ്ടതാണ്. അപ്പം എന്തായാലും ഞങ്ങളുടെ ആ ജാക്കറ്റിൻ്റെയും അതുകൂടാതെ നമ്മുടെ ക്യാമറയുടെ വില മനസ്സിലായി. നമ്മൾ അവിടെ ഇടിച്ചു കയറി നിന്നപ്പോഴത്തേക്ക് അത് കണ്ടപ്പോഴത്തെ ഒരു ക്യാമറയായി കണ്ട്. അപ്പോൾ ഉടനെ മാനേജറെ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയേട്ടാ. വേണ്ട എല്ലാം ചെയ്തതെന്ന്. എന്തായാലും ചെയ്തതെന്ന് തന്നെ പറയണം. നമുക്ക് ചെയ്തു തന്നുകൊണ്ട് പുകഴ്ത്തി പറയുമല്ല കേട്ടോ. അവർക്ക് നമ്മുടെ പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലേ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചത് മട്ടൻ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ആലപ്പുഴയൊന്നും ചമ്മന്തി കിട്ടത്തില്ല. കൂടാതെ മട്ടന്റെ ലിവറും കൂമ്പും റോസ്റ്റാണ്. തസ്മിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് അരിപ്പത്തിരിയും കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇതെല്ലാം എല്ലാരും പറയും അടിപൊളി ബിരിയാണി. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അങ്ങോട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ, പലഹാരങ്ങളൊക്കെ കിട്ടും, സ്നാക്സുകളൊക്കെ. ഇപ്പൊ വാങ്ങിച്ച് കഴിക്കണം അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിലെന്ന്. നമ്മുടെ നാടിനെ പോലെ അല്ലെന്ന്. എന്തായാലും തസ്മീറിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അടിപൊളിയായിരിക്കും കേട്ടോ. തസ്മീർ എല്ലാത്തിനും കുറ്റം പറയുന്ന ഒരാളാണ്. എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പുകഴ്ത്തി പറയല്ല കേട്ടോ. ഉള്ളതുപോലെ പറയും. നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വേറെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഫുഡ് കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയാം, അല്ലാതെ കൊള്ളാത്ത ഫുഡ് കഴിച്ചിട്ട് നല്ലതെന്നൊന്നും പറയത്തില്ല കേട്ടാ. കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടു. എന്തായാലും ചുമ്മാ ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ ബിരിയാണിയെ പറ്റി കേട്ടാ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്. ഇനി എന്റെ ഊഴമാണ്. എന്റെ വാക്കൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യത്തില്ല കേട്ടാ. കണ്ട എന്റെ ആ മുഖഭാവം തന്നെ നിങ്ങൾ നോക്കിയേ. എന്തായാലും ഞങ്ങൾക്ക് എന്ന ബിരിയാണി അടിപൊളിയായിരുന്നു. അത് മട്ടൻ ബിരിയാണി. ഇതാണ് ഹോട്ടൽ റഹ്മത്ത്. കണ്ട ഇതിന്റെ ബോർഡൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ. കോഴിക്കോട് ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മളെപ്പോഴും നോക്കുന്ന സെർച്ച് ചെയ്യുന്നതാണ് കോഴിക്കോടൻ ബിരിയാണി അല്ലേ, തലശ്ശേരി ബിരിയാണി. അപ്പൊ നേരെ ഇങ്ങോട്ട് പോയിക്കോ. ഞാൻ എന്തായാലും ഉറങ്ങിയില്ല കേട്ടാ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് നല്ല ഈ ക്ലൈമറ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് അന്ന് കോയമ്പത്തൂർ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയ പിന്നെ ഇത് ഇവിടെ അടുത്ത ടെന്റ് ഇവിടെയാണ്. കഴിഞ്ഞ ട്രിപ്പിന് കോയമ്പത്തൂർ ആണ് ആദ്യമായിട്ട് ഞാൻ ഉറങ്ങുന്ന ടെൻറ്റിൽ കിടന്ന് നല്ല രീതിയിൽ. ഞാനത് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ എവിടെ കാസർഗോഡ് രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അങ്ങനെ നമ്മളിവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു 4 മണിയായപ്പോൾ എഴുന്നേക്കുവാണ്. ഇനിയിപ്പോൾ ഒന്ന് റെഡിയായി ഇത് ലഗേജ് എല്ലാം കെട്ടി ടെൻ്റെല്ലാം അഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ വണ്ടി വിട്ട് കഴിഞ്ഞ് ഇപ്പം എത്തും ദസ്മർ അവിടെ വൈകുന്നേരത്തോടുകൂടി എത്തും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗോവയിലെത്തും. അപ്പം ഒന്ന് ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി പോവാ. അന്ന് ദസ്മർ ഇറങ്ങിക്കും ഇങ്ങോട്ടാ. ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഒരുപാട് പണിയുണ്ട്. ഇവിടെ ഇന്നലെ രാത്രിയിൽ വന്നപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ
എടുത്തില്ല കൂടുതലായിട്ട്. കാരണം പുറത്തൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു, വണ്ടികളുടെ സൗണ്ട്. അതുകൂടാതെ ഇവിടെയൊക്കെ കടയിൽ ഇതുണ്ട്. ഇപ്പോഴും ഉറങ്ങാതിരിക്കുക, കുറേ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേറെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഈ 2-3 കടയുടെ വാതിക്കലായിരുന്നു കിടന്നത്. അതൊരു ബുദ്ധിമുട്ട്. ഇനി വണ്ടിയിലിരിക്കുമ്പോൾ ഉറക്കം വരുമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ, ഇവിടം വരെ കാസർഗോഡ് വരെ എത്ര കിലോമീറ്റർ ഓടിച്ച്? കാസർഗോഡ് ഒരു ഏകദേശം ഒരു 400 കിലോമീറ്റർ ഓടിച്ചു. അപ്പം നമ്മളൊരു 400 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടന്നത്. ഇനി എത്ര കാണും? നമ്മൾ മൊത്തം 830 കണ്ടല്ലേ? 830 ആണെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ ബീച്ചിലോട്ട് ഗോവയിൽ തന്നെ എത്തിയിട്ട് നമ്മൾ പല പല ബീച്ചിലോട്ട് പോകും. 100 കിലോമീറ്റർ മേലിൽ പിന്നെ ഓടാനുണ്ട്. ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ കൂടെ ഓടണം. നമ്മൾ ഓരോ ബീച്ചിൽ പോകാനാണല്ലോ ഉദ്ദേശിക്കുന്നത്, ഏത് ബീച്ചാണെങ്കിലും. അവിടെ എത്തണം. ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞാൽ 100 കിലോമീറ്റർ മേലിൽ നമുക്ക് ഓടാനുണ്ടാവും. കപിൾസ് നമുക്ക് റെഡിയാണ്. വണ്ടിയൊക്കെ കെട്ടാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും റൂട്ടിൽ കാണാമല്ലോ കപിൾസ്. ഓക്കെ ഓക്കെ.